ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റുകളെ ഏറ്റവും അധികം പേടിപ്പിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. NPD പറ്റിയിട്ട് നാർസിസത്തെ പറ്റിയിട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്ത വീഡിയോസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലെ നാർസിസം വീഡിയോസ് 1-2 വീഡിയോസ് എങ്കിലും കണ്ടു നോക്കി നാർസിസത്തെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി ഈ വീഡിയോ കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം പറയുന്നു, NPD ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. ഒരു തെറാപ്പിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരു പേഴ്സൺ NPD ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ വീഡിയോസ് നിങ്ങളിൽ കൃത്യമായിട്ടുള്ള അവയർനെസ് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ്. അതിനെ ആ രീതിയിൽ കാണുക. ഒരു ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗിക്കാതിരിക്കുക. ഒരു നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പേടി എക്സ്പോഷർ ആൻഡ് ഇംപെർഫെക്ഷൻ. മറ്റുള്ളവർ ഫ്ലോഡ് ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ഒരാളായിട്ട് എന്നെ കാണുമോ എന്നുള്ളതാണ് ഒരു നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേടിയുള്ളത്? ഒരു നാർസിസ്റ്റ് എപ്പോഴും അവരുടെ ഗ്രാൻഡ്യൂസിറ്റിയും എൻടൈറ്റിൽമെന്റും ഒക്കെ നിലനിർത്തി പോകുന്നത് അവർ സ്പെഷ്യൽ ആണെന്നും അവർ യുണീക്ക് ആണെന്നും മറ്റുള്ളവരെക്കാൾ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഉന്നത കുലജാതനാണെന്നും ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കഴിവുകൾ അവർക്കുണ്ടെന്നും ഒക്കെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ടും പുറത്ത് പറഞ്ഞു നടന്നുകൊണ്ടും റിഫ്ലക്ട് ചെയ്തുകൊണ്ടും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിന് കോട്ടം തട്ടിക്കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതായിരിക്കും. കാരണം ഒരു ചീട്ടുകൊട്ടാരം പോലെ അവരൊരു ആവറേജ് പേഴ്സൺ ആണെന്നും ഒന്നിനും കൊള്ളാത്തവരാണെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്കിയുള്ളവരെ ഊറ്റി ജീവിക്കാനായിട്ട് കഴിവുള്ള ഒരാളാണെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളാണെന്നും അല്ലെങ്കിൽ എപ്പോഴും ഇവർ പാരസൈറ്റ്സ് ആയിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഇവരുടെ ട്രൂ സെൽഫ് ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊരു ആവറേജ് പേഴ്സൺ ആണെന്ന് ആ രീതിയിൽ ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നാർസിസ്റ്റിന് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. കാരണം അവർ ഒരുപാട് കാലമെടുത്ത് ഒരുപാട് സമയമെടുത്താണ് ഇങ്ങനെ ഒരു ഇമേജ് വളരെ കെയർഫുൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ചീട്ടുകൊട്ടാരം പെട്ടെന്ന് അങ്ങ് ഇടിഞ്ഞ് തകർന്നു വീഴുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത്രയും അവരെ പേടിപ്പെടുത്തുന്ന, ഇൻസെക്യൂർ ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെൽഫ് പ്രൊമോഷൻ. എപ്പോഴും അവരെ പറ്റിയിട്ട് നിരന്തരം റിലൻറ്റ്ലെസ് ആയിട്ട് അവരുടെ അച്ചീവ്മെന്റും അവർ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെ പൊലിപ്പിച്ച് കാണിച്ച് അവരെന്തൊക്കെയാണെന്നും അവരുടെ കുടുംബ മഹിമ, തറവാട്ട് മഹിമ, അവർ അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയായിരുന്നു, പണ്ടങ്ങനെയായിരുന്നു, ഇപ്പം അതിനപ്പുറമാണ് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ സക്സസ്സുകളായിട്ട് കാണിച്ചു കൊണ്ട് അവരുടെ ആ സുപ്പീരിയർ ഇമേജ് നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഡിഫറെന്റ് എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു കൊളീഗ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇയാൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഒക്കെ തരുമ്പോഴത്തേക്കും അതിനകത്ത് ഭയങ്കരമായിട്ട് ഇയാൾ ഭയങ്കര ഒരു വലിയ റോളാണ് വഹിച്ചതെന്ന്, ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വലിയ റോളാണ് വഹിച്ചതെന്ന് ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് ഇയാളങ്ങ് ഏറ്റെടുക്കും. ബാക്കിയുള്ളവരുടെ ഇടയിലും അവനാണ് അതിനകത്ത് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ അവൻ പൊലിപ്പിച്ച് കാണിക്കും. എന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിലുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും തലയിൽ കൊണ്ടിടും. സമർത്ഥമായിട്ട് അവരാണ് അതിന് കാരണക്കാരെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും. പിന്നെ പെർഫെക്ഷനിസം, അത് സ്വന്തമായിട്ട് ഞാനും പെർഫെക്റ്റ് ആണെന്ന് കാണിക്കണം, ബാക്കിയുള്ളവരും പെർഫെക്റ്റ് ആയിരിക്കണം. അവർ ആ ഫ്ലോലെസ്നെസ് അവരുടെ നിന്ന് തന്നെ ഡിമാൻഡ് ചെയ്യും. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനായിട്ട്, റിഫ്ലക്ട് ചെയ്ത് കാണിക്കാനായിട്ട് ഇവർ പല വിക്രിയകളും കാട്ടിക്കൂട്ടും. അതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരും ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണമെന്നും ആ രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നത്. അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു എന്താ പറയുക സ്വഭാവം ബാക്കിയുള്ളവർ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും, ഓക്കെ ഇവർ പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ബാക്കിയുള്ളവരിലും ചുറ്റുമുള്ളവരും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതെന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചിന്ത ചുറ്റുമുള്ള ഇനേബിളേഴ്സിനുണ്ടാവും. സത്യത്തിൽ അവർ ചെയ്യുന്നത് ഇതാണ്. അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇത് പോരാ, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. വളരെ നല്ല എക്സാമ്പിളാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് അവരുടെ കുട്ടികളോട് ചെയ്യുന്നത്. 97% അല്ലെങ്കിൽ 97% മാർക്ക് പോരാ, 100% വേണം, 93 പോരാ, 100 വേണം, B+ പോരാ, A+ തന്നെ വേണം എല്ലാത്തിലും. കാരണം A+ അച്ചീവ് ചെയ്യുന്നത് എൻ്റെ പാരന്റിങ് കാരണമാണ്. എന്നെപ്പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിന്നെ പാരന്റ് ചെയ്യുമ്പോൾ നീ വാങ്ങിക്കേണ്ടത് 100-ൽ 100 97 അല്ല, 93 അല്ല. ഇതായിരിക്കും ഇവരുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ അവോയ്ഡിങ് വൾണറബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ്. വൾണറബിൾ ആയിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തും ഇവർ ചെയ്യും. ഇവർ അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് അവർ സമ്മതിക്കില്ല. അവരുടെ വീക്ക്നെസ്സുകൾ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല.
പിന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കുകയില്ല. കാരണം ഹെൽപ്പ് ഇതൊക്കെ കുറച്ചിലാണല്ലോ, ഇതൊക്കെ ഇംപെർഫെക്ഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പൊ മറ്റേ ആളില് ഇയാൾ ഇത്രയും ഉള്ളോ, അല്ലെങ്കിൽ ഇയാളൊന്നും ഇതിനുള്ള കഴിവില്ലേ എന്നുള്ളത് മറ്റേ ആളിൽ ഒരിക്കലും ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഇമേജ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടും. എന്തെങ്കിലും ഇവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവരല്ല ചെയ്തതെന്നും അത് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിത് നിലനിർത്താൻ വേണ്ടി ഭയങ്കര അധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെ ഉള്ളിലെ ആ ഒരു ഇത് ആയിട്ടുള്ള ഇവരുടെ യഥാർത്ഥ രൂപം ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമങ്ങൾ നടത്തുന്നത് ഇവർക്ക് തന്നെ വളരെ എക്സോസ്റ്റിംഗ് ആണ്. ഇവർ തന്നെ വളരെയധികം തളർച്ചയും ക്ഷീണവും ഇത് കാരണം അനുഭവിക്കേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ നാർസിസിസ്റ്റിന്റെ ഏറ്റവും വലിയ പേടി ഷെയിം ആൻഡ് ഹ്യൂമിലിയേഷൻ. ഇവരുടെ ആദ്യത്തെ ആ ഒരു എക്സ്പോഷർ എന്നുള്ള പേടിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് നിൽക്കുന്ന കാര്യമാണ് ഈ രണ്ടാമത്തെ ഇവരുടെ ഏറ്റവും വലിയ പേടി, നാണക്കേട് എന്ന് പറയുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുക എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ പേടി. ഒരു പബ്ലിക് ആയിട്ടുള്ള നാണക്കേട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തം സംഭവിച്ച പോലെ ആയിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ സ്വയം തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത്, ഞാൻ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന രീതിയിലായിരിക്കും. എന്തുകൊണ്ടാണ് അവർ ഷെയിമിനെ പേടിക്കുന്നത്? കാരണം ഈ ഷെയിം എന്ന് പറയുന്നത് അവരുടെ കോറായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള സെൽഫ് എസ്റ്റീമിനെയാണ് ബാധിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർ ഇൻസെക്യൂർ ആണെന്നും ഇവർ ഇൻഅഡ്യൂക്കേറ്റ് ആണെന്നും ഇവർക്ക് ഇങ്ങനെ അല്പനാണെന്നും ഒക്കെ ഇവർക്ക് തന്നെ നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇവരിൽ നാർസിസിസ്റ്റിക് ഇഞ്ചുറി എന്ന് പറയുന്ന കാര്യം ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും വിമർശനം ഇവർക്കെതിരെ വാലിഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഉന്നയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പൊട്ടിത്തെറിക്കും. ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, ഹൈലി ഡ്രാമാറ്റിക് ആയിട്ട്, ആ സിറ്റുവേഷന് ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ഇവർ റിയാക്ട് ചെയ്യും. ഭയങ്കര റേജ് കാണിക്കും, ഭീകരമായിട്ട് അരഗന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വിളിച്ചു പറയും, പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇവരുടെ ആ ഫ്രജൈലായിട്ടുള്ള സെൽഫിന് അടിയേറ്റു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അത്തരത്തിൽ അടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ ഒരു പവർ തിരിച്ചെടുക്കണം, ആ നാണക്കേട് മാറ്റി അതിന്റെ മേളിൽ വന്ന് കൺട്രോൾ തിരിച്ചെടുക്കണം. അപ്പൊ അതിനുള്ള വെപ്രാളവും അതിനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഇവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും ആ സമയത്ത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു വെയിറ്ററിന്റെ അടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി നിന്നിട്ട് ആ വെയിറ്ററിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവരുടെ ഗ്രാൻഡ്യൂസ് നേച്ചർ അവിടെ കാണിക്കുക, അയാളെ ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുക. അയാൾ ഇത്തരം ബിഹേവിയറിനെതിരെ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പുച്ഛമെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവിടെ ഷൗട്ട് ചെയ്യുക, വലിയ പ്രശ്നം ഉണ്ടാക്കുക, അവിടെ മൊത്തത്തിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടെ ഇയാളുടെ മിസ്റ്റേക്ക് ആണെന്ന് വരുത്തി തീർത്ത് അവിടെ നിന്ന് സ്ഥലം വിടുക. അതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരെ ഡിവാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ അവർ ചെയ്യും. കാരണം അവരുടെ ആ നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അവർക്കേറ്റ ആ ഒരു വലിയ നാണക്കേടിന്റെ ആ ഒരു കാര്യം അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആളിനെ മോക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വൈഫാണ് പറഞ്ഞതെങ്കിൽ വൈഫിന്റെ വൾണറബിലിറ്റീസ്, വൈഫിന്റെ വീക്ക്നെസ്സസ് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ബ്ലെയിം ചെയ്യുക, അവരെ കളിയാക്കുക, ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്യും. കാരണം ഇത് അവരുടെ ആ ഒരു ഹേർട്ടായ അല്ലെങ്കിൽ ആ പേടിയായിട്ടുള്ള ഒരു കാര്യത്തിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവർ സ്വന്തമായിട്ട് ഉത്തരവാദിത്വം എടുക്കാതിരിക്കുന്നതിൽ മാസ്റ്റേഴ്സ് ആണ്. എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവരുടെ ഫോൾട്ട് അല്ല, അത് ബാക്കിയുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ്, അത് മറ്റേ ആളുടെ പ്രശ്നം കൊണ്ടാണ്. ഇല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും എനിക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവർ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു, തോറ്റുപോയി എന്നുള്ളൊരു ഷെയിം മറച്ചു വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഷെയിം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അനുഭവിച്ചതെന്ന് അവർക്ക് ഫീൽ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം ബ്ലെയിം ചെയ്തുകൊണ്ട് ആ ബ്ലെയിം എല്ലാം അവരുടെ തലയിൽ കൊണ്ടിടും. അതിന് ഉദാഹരണമായിട്ട്, ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം ലീഡർ എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അവർ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയും, ആ കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഇവർ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ പ്ലാനിങ് കാരണം നിങ്ങൾക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾ ടീമിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കൊണ്ടിട്ട് തരും. പിന്നെ മൂന്നാമത്തെ ഇവരുടെ ഏറ്റവും വലിയ പേടി ഇൻസിഗ്നിഫിക്കൻസും ഇറലെവൻസും. ഇവരുടെ ഏറ്റവും വലിയ ഫിയറുകളിൽ ഒന്നാണ് ഈ ഒരു ഫിയർ. അത് ട്രിഗർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർ ഇവരെ അവഗണിക്കുമ്പോൾ, ഇവരെ ഇഗ്നോർ ചെയ്യുമ്പോൾ, ഇവരെ മാറ്റി നിർത്തുമ്പോൾ ഒക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് ഇവർ ഇറലവൻ്റ് ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ അടിയാണ്. കാരണം ഞാൻ ഭയങ്കര മഹാനാണ്, ഭയങ്കര സംഭവമാണ് ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ
ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, എപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കണം, ആ സപ്ലൈ എപ്പോഴും വേണം. അപ്പൊ അത് ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, കൂടെയുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, സപ്ലൈകളെല്ലാം അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഇവരെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഇവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവരെ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം എംപ്റ്റിനെസ് ഇവരുടെ ഉള്ളിലുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ വരെ ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന ബിഹേവിയർ ആണ് അറ്റൻഷൻ സീക്കിങ്. ഇത് പല രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. കോൺവെർസേഷൻസിൽ ഡോമിനേറ്റ് ചെയ്യുക, അതിൽ ഡോമിനേറ്റ് ചെയ്ത് അൺനെസസറി ആയിട്ട് ഡ്രാമാറ്റിക് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുക, കോൺസ്റ്റന്റ്ലി കോംപ്ലിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും കൂടുന്ന ഫാമിലി സംഗമത്തിലൊക്കെ ആണെങ്കിൽ, ഇവരിലോട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എല്ലാ കോൺവെർസേഷനും അവസാനം ഇവരിലേക്ക് കൊണ്ടുവരിക. നിരന്തരം ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി, അവരുടെ അച്ചീവ്മെന്റ്സിന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺനെസറി ആയിട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇടപെടാനുള്ള, ഇവർക്ക് കൺട്രോൾ എടുക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ അറ്റൻഷനും അയാളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി ഫിഷിംഗ് ചെയ്യുക. ഇവിടെ ഫിഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ അപ്പിയറൻസ്, അവരുടെ സ്വത്ത് അല്ലെങ്കിൽ പൊസഷൻ, ഈ കാര്യങ്ങളിലേക്ക്, ഈ 3 കാര്യങ്ങളിലേക്കും അവിടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് അല്ല പോകുന്നതെങ്കിൽ, ആ രീതിയിലല്ല വരുന്നതെങ്കിൽ, വളരെ സബ്റ്റിലായിട്ട് അല്ലെങ്കിൽ സബ്റ്റിൽ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഈ കോൺവെർസേഷൻ തിരിച്ച് ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് കോൺവെർസേഷൻ മാറ്റുക. പിന്നെ 4ാമത്തെ കാര്യം ലോസ് ഓഫ് കൺട്രോൾ. എന്താണ് കൺട്രോൾ ലോസ് ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പ്രശ്നം? ഇവർക്ക് എപ്പോഴും ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്യണം, ഇവരിയ്ക്കുന്ന എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യണം, ഇവർക്ക് മറ്റുള്ളവർ ഇവരെ പറ്റിയിട്ടുള്ള ഇമേജ് ഇവർക്ക് കൺട്രോൾ ചെയ്യണം, അത് നിലനിർത്തി കൊണ്ടുപോകണം. ഈ കൺട്രോൾ നഷ്ടപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഈ കൺട്രോൾ അവർക്ക് പവർ നൽകുന്നുണ്ട്, അവർക്കൊരു പ്രെഡിക്റ്റബിലിറ്റി നൽകുന്നുണ്ട്. കാരണം അവർ വിചാരിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അവർ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെയാണ് ബാക്കിയുള്ളവരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രെഡിക്റ്റബിലിറ്റി അവർക്ക് നൽകും, ഒരു സേഫ്റ്റി ഫീലിംഗ് അവർക്ക് നൽകും. കൺട്രോൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വൾണറബിലിറ്റിയാണ്. കാരണം ഇവരുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഗൂഢലോകം ബാക്കിയുള്ളവർക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ ചുരുളഴിഞ്ഞ് വീഴുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് എല്ലാം ഇവർ പുറത്തെടുക്കുന്നത്. ഇവരുടെ ഗ്യാസ് ലൈറ്റിംഗ്, ഇവരുടെ ഗിൽറ്റ് ട്രിപ്പിംഗ്, ഇവരുടെ ഇന്റിമിഡേഷൻ, എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരുടെ തോട്ട്സും ഫീലിങ്സും ആക്ഷൻസും കൺട്രോൾ ചെയ്ത് അവരുടെ കയ്യിൽ കൊണ്ടുവരണം. ഇപ്പോൾ സ്വന്തം ലൈഫ് പാർട്ണറിന്റെ കേസ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അവർ ഇമാജിൻ ചെയ്യുന്നതാണ്, പലതും ഇമാജിൻ ചെയ്ത് കൂട്ടുന്നതാണ്, ഇതൊന്നും സത്യമല്ല, ഒന്നിനും കൊള്ളാത്ത ആളാണ്, ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആ കൺട്രോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെയധികം അവർ നടത്തും. ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ സ്വതന്ത്രമായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആയിട്ടുള്ള ചോയ്സസിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് മാറ്റാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവരൊരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് എങ്ങനെയെങ്കിലും അത് പിന്തിരിപ്പിച്ച് അവന്റെ കൺട്രോളിൽ, അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അവൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് അത് തിരിച്ചു കൊണ്ടുവരും. പിന്നെ അടുത്ത ഇവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അബാൻഡൻമെന്റും സപ്ലൈകൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇവരുടെ ഒറ്റയ്ക്കാവുമോ എന്നുള്ള പേടി ഈ BPD ഉള്ളവരുടെ പേടിയുമായിട്ട് ഡിഫറെൻ്റ് ആണ്. അബാൻഡൻമെന്റ് ഫിയറിനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ സപ്ലൈകളെല്ലാം ഇല്ലാതായി പോകുമോ എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവരുടെ ഹൂവറിംഗ് ടാക്ടിക്സ് എടുക്കാൻ തുടങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ പിന്നെ തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് വീണ്ടും ചാമിങ് ആയിട്ടുള്ള ഒരു പുതിയ മനുഷ്യനായിട്ടൊക്കെ അവതരിച്ച് കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്ത് കാണിക്കും. പലപ്പോഴും ഈ ഒരുപാട് കാലം ഇവരുടെ വ്യക്തിമായിട്ട് ഇരുന്നിട്ടുള്ള ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയി, പിന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവരുടെ ഹൂവറിംഗ് ടാക്ടിക് എടുക്കുമ്പോൾ പലപ്പോഴും അവർ പറയാറുണ്ട്, എന്തോ ഇയാൾക്ക് ഭ്രാന്തായ പോലെയാണ് അയാൾ പെരുമാറുന്നത്, എന്തോ ഒരു മാനിക് ആയിട്ടുള്ള രീതിയിലാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ചിലർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ടും, ചിലർ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര ചാമിങ് ആയിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചുകൊണ്ട്, അമിതമായിട്ടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട്, പഴയതുപോലൊന്നും ആയിരിക്കില്ല, ഭയങ്കര പുതിയ ജീവിതമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഇവരെ കണി വെച്ച് പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് തിരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ തന്നെയായിരിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂടെയുള്ള പാർട്ണർ പോകാൻ പോവുകയാണ്, ഇവരുടെ കയ്യിൽ നിന്നും പിടിവള്ളി പോവുകയാണ്, സപ്ലൈ പോവുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ആദ്യം കാണിച്ചു കൊടുക്കും നിങ്ങളുടെ അടുത്ത്. ഈ ഒരു നിങ്ങളെ അവോയ്ഡ് ചെയ്യാനും, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വിട്ടുപോകുന്ന രീതിയിൽ എങ്ങനെയാണോ വിട്ടുപോകുമ്പോൾ നിങ്ങൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ വിട്ടുപോകാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഗ്രേ റോക്ക് മെത്തേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അതവർ നിങ്ങളുടെ അടുത്ത് കാണിക്കും. ഒരു സെൻസ് ഓഫ് കൺട്രോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. കാരണം
ഇവർ പോയി കഴിഞ്ഞാൽ ഈ പെയിൻ ആയിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഒരു സൈക്കോളജിക്കലി മറ്റേ ആളിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിലൊരു അബാൻഡ്മെന്റ് ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് സപ്ലൈ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി കളിയൊന്നും നടക്കില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സപ്ലൈകളെ ഇവർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവരെ ഇത്തരത്തിലുള്ള ഫിയറുകൾ എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാലും ഒരു തരത്തിലും ഇവരുടെ അബ്യൂസീവ് ബിഹേവിയേഴ്സ് ടോളറേറ്റ് ചെയ്യരുത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്പേസിലേക്ക് വരിക. നിങ്ങൾക്ക് എമർജൻസി നമ്പേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു നാർസിസിസ്റ്റിന്റെ ഇന്നർ വേൾഡ് എന്ന് പറയുന്നത് അവരുടെ എക്സ്റ്റീരിയർ വേൾഡ് അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെൽഫാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മെയിനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ വീഡിയോയിലൂടെ കിട്ടിയ ഇൻസൈറ്റ്സ്, അവയർനെസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിന്റെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിൽ തെറാപ്പിസ്റ്റ് ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് അയയ്ക്കുക. ഞാൻ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട തെറാപ്പിസ്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജില്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.